ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ഇന്നൊരു സൂപ്പർ സെൻറ്ററിലേക്ക് വന്നിരിക്കുകയാണ്. വാൾമാർട്ട് എന്ന് പറയും കാനഡയിൽ. ഇവിടെ നമ്മുടെ നാട്ടിലത്തെ ഒരു ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്ന പോലെ സംഭവമാണ്. അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറാം. ഈ വീഡിയോയിൽ ഞാൻ കുറച്ചുകൂടി സ്പെഷ്യൽ സാധനങ്ങളുണ്ട്, അതുകൂടി കാണിച്ചു തരാം. എന്നു വെച്ചാൽ നമുക്ക് കയറാം. എങ്ങനെയാണെന്ന് വെച്ചാൽ വേറെ ഒന്നല്ല, 2 പേര് കൂടുന്നുണ്ട്. അപ്പോൾ ആ 2 പേര് ആരെന്ന് പറഞ്ഞാൽ നമുക്ക് കയറാം. ഞാൻ വിചാരിച്ചത് 2 പേരും എന്നെ കാത്ത് ഇവിടെ ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്നുണ്ടാവുന്നതാണ്. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. അപ്പോൾ പിന്നെ ഞാൻ തന്നെ അവരെ തപ്പി ഇറങ്ങി. തപ്പുന്ന സമയത്ത് എനിക്ക് ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാൻ തോന്നി. ഇവിടെ മോസ്റ്റ്ലി നമുക്ക് ഇന്ത്യൻസിനെ കാണാം. ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ഉണ്ടാവും. ഇഷ്ടംപോലെ സ്റ്റാഫ് ഏതാനും സ്റ്റുഡൻസ് ആയിരിക്കും. പിന്നെ എന്ന് പറഞ്ഞാൽ ഞാനും ഇവിടെ ഒരു സ്റ്റാഫായിരുന്നു. ഞാൻ 1.5 വർഷം ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ PR സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നിന്ന് മാറാൻ ചെയ്തത്. എനിക്ക് നല്ലൊരു വേറൊരു ജോബ് കിട്ടിയപ്പോൾ ഞാൻ മാറി. അപ്പോൾ പിന്നെ എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ഇന്ത്യൻസ് മാത്രമല്ല, പല രാജ്യങ്ങളിൽ നിന്നുണ്ടാവും. പക്ഷേ ഇവിടെ ഒരുപാട് ഇന്ത്യൻ സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അവിടെ ഇതിൽ ഞാൻ 2 പേര് ആഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഞാൻ 2 പേര് തപ്പി. ആ 2 പേര് ആരാന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് ടൈം അമ്മയും അച്ഛനും വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അമ്മേനെ ആദ്യമായിട്ട് ഷോപ്പിങ്ങിന് കൊണ്ടുവന്നിരിക്കുകയാണ്. ഹായ് പറഞ്ഞമ്മ. അപ്പോൾ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വെച്ചിട്ടുണ്ട്. വലിയ ഷോപ്പിംഗ് അല്ല, ചെറുവക ഷോപ്പിംഗാണ്. അപ്പോൾ അമ്മയ്ക്കറിയാം എന്തൊക്കെ മേടിക്കാറുണ്ട്. ഇപ്പോൾ അമ്മയാണ് കിച്ചണൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഇവർക്ക് അറിയിക്കും എന്താണ് കിച്ചണിൽ പറയുന്നത്. അപ്പോൾ കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ മേടിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. യെസ്, ചിക്കുമണിയുടെ മുടി കണ്ടില്ലേ, ഇട്ടിട്ട് കണ്ടാ ചിക്കുമണി. അപ്പോൾ ട്രോളി എടുത്ത് സെറ്റായിട്ടുണ്ട്. എന്തൊക്കെ മേടിക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇവിടെ ഓറഞ്ച് 2 LB എന്ന് പറയുമ്പോൾ ഏകദേശം 1 കിലോ ആണ്. അതിൻ്റെ റേറ്റ് ഇവിടെ കാണിക്കുന്നത് $4.97 ആണ്. അപ്പോൾ അത് ഇത് നമ്മുടെ വെജിറ്റബിൾ സെക്ഷനാണ്. ഇതിൽ കുറേ പിന്നെ ലീഫ് ടൈപ്പ് വെജിറ്റബിൾസൊക്കെ ഉണ്ട്, ഇലകളുണ്ട്. പക്ഷേ കുറേ സംഭവങ്ങളൊന്നും നമ്മൾ അറിയില്ല, അതുകൊണ്ട്. അപ്പോൾ നമ്മൾ ഓരോ സാധനങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടുന്ന് ചിക്കു ഇത് എടുക്കണോ. പിന്നെ ചിക്കു ഇഷ്ടമുള്ള സംഭവങ്ങൾ, ചിക്കുവിന് ഇഷ്ടമുള്ളതൊന്നുമല്ല, വെജിറ്റബിൾസ് ചെയ്താൽ നമുക്ക് വേണ്ട അത് സെലക്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇടണം. സത്യം പറഞ്ഞാൽ ഇതെന്താണെന്ന് എനിക്കറിയില്ല. അസ്പെരഗസ് എന്നാണ് പറയുക. പക്ഷെ ഇതെന്താ സംഭവം എനിക്കറിയില്ല. ടേസ്റ്റ് എങ്ങനെ ചെയ്യുന്നത്. ഇവിടെ വെറുതെ ആൾക്കാർ ഇത് വാട്ടിയിട്ട് കഴിക്കുന്നതാണ്. എനിക്കിഷ്ടമാണ് മഷ്റൂം. പക്ഷെ ഇവിടെ വീട്ടിലാരും കഴിക്കില്ല. ഒരെണ്ണെടുക്ക പിന്നെ ഞാനിപ്പോഴാണ് കുറച്ച് സബോള കാണുന്നത്. ഇവിടെ സബോള 3 കളറിൽ ഞാൻ കാണാറുണ്ട്. ആ കളറും പിന്നെ എന്താ പറയുക, ഒരു വയലറ്റോ ബ്ലൂവോ അങ്ങനത്തെ ഒരു കളർ, പിന്നെ ഒരു വൈറ്റ് കളർ മുകളിലിരിക്കുന്നത് കണ്ടോ, വൈറ്റിൽ. അമ്മാമ്മി മോൾ എന്താ എടുക്കണേന്ന് കൺഫ്യൂസ്ഡ് ആയിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുന്നുണ്ട്. ഇവിടെ മിക്കതും സാൻഡ്വിച്ചും അതൊക്കെ അല്ല, അതുകൊണ്ട് ബ്രെഡ്സാണ് കൂടുതലുണ്ടാവും. നോൺ വെജ് സെക്ഷൻ. അപ്പോൾ ആദ്യം ബീഫ്, പിന്നെ പോർക്ക്, പിന്നെ ചിക്കൻ, അങ്ങനെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ പക്ഷേ ഇവിടെ പല ടൈപ്പ് ഉണ്ട്. അപ്പോൾ ചിക്കൻ ഹോൾ ചിക്കൻ, അല്ലെങ്കിൽ ചിക്കൻ തായ്സ്, ചിക്കൻ വിങ്സ്, അങ്ങനെയൊക്കെ ആയിട്ടാണ് വെക്കുന്നത്. അതിവിടെ ഹോൾ ചിക്കൻ കാണാം. പിന്നെ അത് ഗ്രൗണ്ടഡ് ബീഫ് അങ്ങനെയും കാണാം. പിന്നെ നമുക്ക് ലെഗ് പീസ് മാത്രമായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാനൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള പോർഷനായിട്ട് എടുക്കാം. ഇനി ഇവിടെ നമുക്ക് ടിന്നിൽ കുറച്ച് ഫ്രൂട്ട്സ് കാണാം. അങ്ങനത്തെ സംഭവം ടിന്നിൽ ഫ്രൂട്ട്സ്, പൈനാപ്പിള്. ഇത് നമ്മളുടെ ഇന്ത്യൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയാം. ചിക്കു മാഗി, ബേസൻ, മൈദ. അവിടുത്തെ ഇത് പല ടൈപ്പ് കോഫീസ് ആണ്. ഹോട്ട് ചോക്ലേറ്റ്, പിന്നെ ഇത് ഹോട്ട് ചോക്ലേറ്റ് സെക്ഷനാണ്. പിന്നെ നമുക്ക് ടിം ഹോർട്ടൻസ് കമ്പനിയിൽ ഇവിടെ ഞാൻ പറയുന്നത് നമ്മുടെ ഇവിടുത്തെ അല്ല, നമ്മുടെ കാനഡയിലത്തെ ചായക്കട എന്ന് പറയുന്ന സ്ഥലമാണ് ടിം ഹോർട്ടൻസ്. പിന്നെ നെസ്കാഫെ, ഇത് ഹോട്ട് ചോക്ലേറ്റിന്റെ ഫ്രണ്ടിൽ പറയുന്നതാണ് ചോക്ലേറ്റ്. എല്ലാം നമുക്ക് ഇവിടെയും കിട്ടും. കോഫി സെക്ഷൻ, കോഫി ആൻഡ് ടീ സെക്ഷനാണ്. പിന്നെ അതൊക്കെ ഇല്ലേ ഫ്രൂട്ട്സ് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ ഇവൾക്ക് ഞാൻ മേടിച്ചു കൊടുക്കണത്. ഇതൊന്നും ഇഷ്ടമില്ല. ഇതൊക്കെ ഫ്രൂട്ട്സ് ഇല്ലേ, മാഷ് ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ്. ഇത് ആപ്പിൾ മാത്രം. ആർട്ടിഫിഷ്യൽ ആഡ് ചെയ്യുന്നുണ്ടാവും, പക്ഷെ എന്നാലും
അപ്പോൾ നമുക്ക് മയണൈസ് എടുക്കാം. ചിക്കന് നമുക്ക് സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കി കൊടുക്കല്ലോ. ഇതൊന്നും കഴിക്കൊന്നുമില്ല, തിന്നാൻ ഭയങ്കര പിന്നാക്കാണ്. അപ്പോൾ നമുക്ക് പല ടൈപ്പിൽ ഹെൽമെറ്റ്സ്, മയണൈസ്, പിന്നെ ഈ ഗ്രേറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഈ വാൾമാർട്ടിലെ കമ്പനിയാണ്. അവരുടെ സെൽഫ് പ്രൊഡക്റ്റാണ്. അപ്പോൾ നമുക്ക് അത് കുറച്ച് കുറവിന് കിട്ടും. ഭയങ്കര കുറവിനല്ല, എന്നാലും എന്തെങ്കിലും ഒരു. അതിൻ്റെ ഇടയ്ക്ക് ഞാനിവിടെ വർക്ക് ചെയ്തിരിക്കുമ്പോൾ എൻ്റെ ഹെഡ് ഉണ്ട്. അത് ഹെഡിൽ ഞാൻ കണ്ടു ലോറ എന്നാണ്. അതുകൊണ്ടാണ് എനിക്ക് ഇടയ്ക്ക് ഫോൺ വേഗം കട്ട് ചെയ്യേണ്ടി വന്നത്. അല്ലെങ്കിൽ എനിക്ക് വീഡിയോ എടുക്കുന്നത് ഞാൻ കട്ട് ചെയ്തത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നമ്മളിതൊന്നും മേടിക്കില്ല. കെച്ചപ്പ് വീട്ടിലിരിക്കുന്നുണ്ട്. ചിക്കനാണെങ്കിൽ കാണുന്ന എല്ലാ സാധനങ്ങളും വേണം. ബട്ട് ഒന്നും അവൾ കഴിക്കൂല, ഒന്നും യൂസ് ചെയ്യില്ല, വെറുതെ വീട്ടിൽ കൊണ്ടുവയ്ക്കും. നമുക്ക് നോക്കാൻ പറ്റേണ്ടത്. ഇനി നമ്മുടെ ഫിഷ് സെക്ഷനാണ്. ഇപ്പോൾ നമുക്ക് പ്രോൺസ് വീട്ടിലിരിക്കുന്നത് കണ്ടാ. ഓ പിന്നെ അമ്മ ഇതാണ് അമ്മ ഫിഷ് ഫില്ലറ്റ്സ്, ഇങ്ങനെയൊക്കെ കിട്ടും മീനുകൾ. കഷ്ണം, അത് കഷ്ണാക്കാൻ പറ്റുന്നതാ. വെറുതെ അമ്മയുടെ ഷൂ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് വന്ന് പരിചയപ്പെട്ടതാണ്. ഓ യാ, ജസ്റ്റ് വെയിറ്റ്, ഗിവ് മി എ സെക്കൻഡ്. പോലെ നിങ്ങൾ കുട്ടികളെ ഇഷ്ടാന്ന്. അമ്മാമ്മി മോള് ഷോപ്പിംഗ് കഴിഞ്ഞാവോ? കൊറേ വാരി കൂട്ടുണ്ടല്ലോ. അമ്മ ഇതാണ് നമ്മുടെ ചീസ് സെക്ഷൻ, ബട്ടർ സെക്ഷൻ ഒക്കെ ഉള്ളത് കേട്ടാ. പിന്നെ ജ്യൂസ് സെക്ഷൻ, അവിടെ നമുക്ക് ഓറഞ്ച് ജ്യൂസ്, ആപ്പിൾ ജ്യൂസ്, പല ഫ്രൂട്ട്സിൻ്റെയും ജ്യൂസും സ്മൂത്തീസും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. എന്താ പിന്നെ ഒരെണ്ണത്തിന് $4, 3 $8. എടുത്തോ. ഇത് യോഗട്ട് സെക്ഷനാണ്. ഇവിടുത്തെ യോഗട്ട് തന്നെ, ഇവിടെ മിക്ക ആൾക്കാരും ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഫുഡ് യോഗട്ട് തന്നെ കഴിക്കണം. അവരെന്തായാലും യോഗട്ട് പല ടൈപ്പ്, പല ഫ്ലേവേഴ്സിൽ യോഗട്ട്സ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് കാണിച്ചു തരാം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഇത് വാനില ഫ്ലേവറാണ്. പിന്നെ ഇത് നോർമൽ യോഗട്ട്, നമ്മുടെ നോർമൽ തൈരാണ്, പക്ഷെ പുളി ഉണ്ടാവില്ല. പിന്നെ ചിക്കു ട്യൂബ്സ് മേടിക്കുന്നുണ്ട്. പിന്നെ ഇത് മൊത്തം കണ്ട സ്ട്രോബെറി, ചെറി, അങ്ങനെയൊക്കെ പല വേർഷനിലുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഫ്രോസൺ ഫ്രൂട്ട്സ് ആണ്, നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. നമുക്ക് സ്മൂത്തീസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. മാംഗോ, ഇതൊക്കെ ഫ്രൂട്ട്സ് ഫ്രോസൺ ആയിട്ടുള്ളതാണ്. എടുത്തോ. മാംഗോ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ടുള്ളത്, സ്മൂത്തീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ചിക്കന് മാംഗോ സ്മൂത്തിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് അത് വേണം. മാംഗോ ഇഷ്ടമാണ്, ചിക്കൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ടാണ്. അതൊക്കെ ഫ്രോസൺ ഫ്രൂട്ട്സാണ്. ഇത് അങ്ങനെ തന്നെ ഫ്രൂട്ട്സ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് എടുത്തിട്ട് പാലിൽ അടിച്ചു കുടിക്കുക, വെള്ളത്തിൽ അടിച്ചു കുടിക്കുക, എങ്ങനെ വേണമെങ്കിൽ ഇഷ്ടമുള്ള പോലെ ചെയ്യാം. പിന്നെ ഇവിടുന്ന് ഐസ്ക്രീം സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യണം. അമ്മ ഇത് മിൽക്ക് സെക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൽ വെറൈറ്റീസ് ഇല്ല. അമ്മ അങ്ങനെ ചിലപ്പോൾ ഫ്രഞ്ച് വെനീല കുടിക്കാനുള്ളത്, അല്ലെങ്കിൽ ക്രീം, അങ്ങനെ സംഭവങ്ങൾ, ഡിഫറെൻറ്റ് ഹോട്ട് ചോക്ലേറ്റ്, അല്ലെങ്കിൽ ഹോട്ട് ചോക്ലേറ്റ് അല്ല, സോറി, ചോക്ലേറ്റ് മിൽക്ക്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ഇത് മിൽക്ക്, ഇപ്പം നമുക്കിവിടെ മിൽക്കിൽ ബദാം മിൽക്ക്, ഓട്സ് മിൽക്ക്. ഇപ്പോൾ ഈ കാണുന്ന സംഭവം ഓട്സ് മിൽക്കാണ്. അപ്പോൾ ഇത് ഓർഗാനിക് സോയ മിൽക്ക് എന്ന് പറയുന്നുണ്ട്. പിന്നെ കോക്കനട്ട് മിൽക്ക് എന്ന് പറയുന്നത് എന്താ എനിക്ക് ഉദ്ദേശിക്കുന്നത് മനസ്സിലായിട്ടില്ല. ഇത് പിന്നെ ഈ ഭാഗത്ത് ഇത് കാഷ്യൂ മിൽക്ക്, ഇത് ആൽമണ്ട് മിൽക്ക്. അപ്പോൾ ഇതിൽ ആൽമണ്ട് മിൽക്ക്. അപ്പോൾ ഇത് വെറുതെ ഇതൊന്ന് ചൂടാക്കിയിട്ടൊന്നുമല്ല കുടിക്കുക, വെറുതെ ഗ്ലാസ്സിൽ കുടിക്കുക, അത്ര തന്നെയുള്ളൂ. പിന്നെ ഇതൊക്കെ ഇതാണ് നമ്മുടെ ഫ്ലേവേർഡ് മിൽക്ക്. നല്ല കോൾഡ് കോഫി ഒക്കെ കുടിക്കുന്ന പോലെ പല ഫ്ലേവേഴ്സിൽ നല്ല ടേസ്റ്റുള്ള ചോക്ലേറ്റ് മിൽക്ക് അതൊക്കെ ഉണ്ടാവും. ചോക്ലേറ്റ് മിൽക്ക്. പക്ഷെ ചിക്കു ഇതൊന്നും കുടിക്കില്ല, കുടിച്ചിട്ടുണ്ട് പക്ഷെ ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ ഇത് നമുക്ക് പാല് വരുന്നിങ്ങനെ ബോട്ടിൽസിലാണ്, കണ്ട ബോട്ടിൽസിൽ ആയിട്ട് വരാം. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് ചെയ്യാൻ ഡേറ്റ് കഴിഞ്ഞാൽ അത് പിന്നെ കേടാവും, അതുവരെ നമുക്ക് യൂസ് ചെയ്യാം. ന്യൂ
ബോൺ ബേബി സെക്ഷനാണ് കേട്ടോ. സെക്ഷനാണ്. ചിക്കു അവിടെ നിൽക്കും. പോയ മോളെ ഇപ്പം നാട്ടിൽ നിന്ന് വന്നപ്പോൾ അത്യാവശ്യം കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങോട്ട് വായോ, വാ വാ വാ. അതൊക്കെ ഡ്രൈ ഫ്രൂട്ട് സെക്ഷനാണ്. ഇതൊക്കെ സ്വിമ്മിങ് കോസ്റ്റ്യൂംസ് ആണ്. ഇവിടെ നമുക്ക് എന്ത് ഫിറ്റ് ചെയ്യണം, ഫർണിച്ചർ ആയാലും ഒക്കെ നമ്മൾ സെൽഫായിട്ട് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ ഒരു ഐറ്റംസ് ഇതൊക്കെ നമ്മൾ ഫർണിച്ചറിൻ്റെ അവിടെ നമുക്ക് ഇൻറ്റീരിയർ വർക്ക് പോലെ വെക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ നമുക്കിതിൽ അവർ എഴുതിയിട്ടുണ്ടാവും എങ്ങനെയാണ് ചെയ്യണ്ടേ, ഫിറ്റിങ്സ് ചെയ്യുന്നത്, അതിൻ്റെ ബുക്സ് കാറ്റലോഗൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണ്. എന്താ വെച്ചാൽ ഇവിടെ ആരും നമ്മൾ പുറമെ ചെയ്യിപ്പിക്കില്ല. പുറമെ ചെയ്യിപ്പിക്കാൻ നമ്മൾ മേടിക്കുന്ന സാധനത്തെക്കാളും ഡബിൾ വില കൊടുക്കണം. അപ്പോൾ എല്ലാവരും സെൽഫാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കാൻഡിൽസ്. അവിടെ ഇരിക്കേണ്ട വീട്ടിലൊരെണ്ണം. കുറേ സംഭവങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല. എന്താ വെച്ചാൽ നമുക്ക് എല്ലാ സ്ഥലത്തും എത്താനുള്ള അതില്ല. അതൊക്കെ കുറേശ്ശെ ഇല്ലെന്നില്ല. പക്ഷേ എടുക്കണമെങ്കിൽ ദിവസം ഫുള്ള് വരും. ഇപ്പം ഞാനാണെങ്കിൽ ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നിട്ട് ഉള്ള ടൈമിൽ നമ്മൾ എടുക്കുന്നതാണ്. ഇത് കുട്ടികളുടെ ടോയ് സെക്ഷൻ. അപ്പോൾ നമുക്കിവിടെ എന്തെങ്കിലും സംഭവത്തിൻ്റെ റേറ്റ് അറിയണമെങ്കിൽ അവിടെ ഇങ്ങനെ നോക്കാം. ചിക്കുന് ഭയങ്കര ഇഷ്ടമാണ് നോക്കാം കേട്ടോ. അങ്ങനെയല്ല അടിയിലത്തെ. ഓ മൈ ഗോഡ്, $35 അതിന്. പിന്നെ വീടാണേ. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ അത്യാവശ്യം എടുത്തിട്ടുണ്ടല്ലോ. ഞങ്ങൾ ബില്ലിടാൻ പോകണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ, ഒരു ഷോർട്ട് വീഡിയോ ആണോ ഡീറ്റെയിൽ വീഡിയോ എന്ന് അറിയില്ല, ഞാൻ ഡീറ്റെയിൽ പറയാൻ അങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വരുന്ന വരെ യു ഗൈസ് ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്. It's me Shilpa signing off. It's me signing off. Atvika.